പാലക്കാട് പറഞ്ഞത് അഖിൽ ഇന്ന് പറയുന്നതല്ല അടുത്ത ആഴ്ച പറയുന്നത്. ചുരുങ്ങി 2 വർഷം വെയിറ്റ് ചെയ്തിട്ട് വേണം അഖിൽ പറയുന്ന പരാമർശങ്ങൾ പ്രതികരണം നടത്താനെന്നാണ് പിഷാരടി പറഞ്ഞത്. എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുകയായിരുന്നില്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 2020 എന്ന ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ സിനിമയിൽ നിന്നുള്ളവരും സീരിയലിൽ നിന്നുള്ളവരും ഒക്കെ സ്ഥാനാർത്ഥികളായി മാറുന്നൊരു സാഹചര്യം വന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ വലിയ രീതിയിൽ അത് പരിഹാസ്യ രൂപേണ പല ആൾക്കാരും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും കൊണ്ടാടുന്നത് കണ്ടു. വ്യക്തിപരമായിട്ട് ഇപ്പം ബിഗ് ബോസ് വിജയായി അഖിൽമാരാർക്ക് മത്സരിക്കാൻ എന്താണ് യോഗ്യത എന്നും ചോദിച്ചുകൊണ്ട് ധാരാളം പേർ പറയുന്നത് കണ്ടു. അപ്പം ഞാൻ ആ പല ചോദ്യങ്ങൾക്കും പല ആൾക്കാരുടെ ചർച്ചകൾക്കും ഒരു മറുപടി എന്നോണം ഞാൻ പറഞ്ഞതാണ്. എന്താണ് അങ്ങനെയാണെങ്കിൽ രമേശ് പിഷാരടിയുടെ യോഗ്യത ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ട് ഇപ്പം ഇന്ന് പറഞ്ഞതാണ് നാളെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. ഞാൻ വളരെ കൃത്യമായിട്ടുള്ള ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരുപാട് നേതാക്കന്മാർ പിണറായി വിജയൻ പോലീസിൻ്റെ അടികൊണ്ടും നിരവധി മർദ്ദനങ്ങൾ ഏറ്റിട്ടും ജീവിതം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് രമേശ് പിഷാരടി ചെയ്തത്? അദ്ദേഹം ഉറച്ച ഒരു കോൺഗ്രസ് സീറ്റിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് ഒരു ജനത്തെ സേവിക്കാനുള്ള തീരുമാനമാണോ അതോ തൻ്റെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാനുള്ളൊരു തീരുമാനമാണോ എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകണമെന്നുള്ള ഒരു രൂപേണ പറഞ്ഞാണ്. ഇപ്പം ഞാനിപ്പോൾ മത്സരിക്കാൻ പറ്റുന്ന മണ്ഡലത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഇവിടെ എല്ലാവരും പറയുന്നത് തൃക്കാക്കര UDFൻ്റെ ഉറച്ച കോട്ടയാണ്. അപ്പോൾ UDFൻ്റെ ഉറച്ച കോട്ട NDAക്ക് നേടിയെടുത്ത് കൊടുക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഞാൻ വരുമ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ധർമ്മടത്ത് പിഷാരടി മത്സരിച്ചിരുന്നെങ്കിൽ ഞാൻ അഭിമാനപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷനെ ഞാൻ സ്വീകരിച്ചതാണ്. അപ്പം അതേസമയം തൃപ്പൂണിത്തറയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്, ഒന്നുകിൽ തൃപ്പൂണിത്തറ അല്ലെങ്കിൽ പാലക്കാട്. അപ്പോൾ പാർട്ടിയോട് ഡിമാൻഡ് ചെയ്ത് തൻ്റെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഒരു സുരക്ഷിത മണ്ഡലം തേടി ഇവരൊക്കെ പോകുന്നത്. അല്ലാതെ ജനത്തിനോട് കൂറുകൊണ്ടാണെന്നോ ജനങ്ങളോട് സ്നേഹം കൊണ്ടാണെന്നോ ഞാൻ കരുതുന്നില്ല എന്നത് അങ്ങനെയാണ് ഞാൻ സൂചിപ്പിക്കാറുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളുടെയും ഇൻറ്റൻഷനാണ് ജനം തിരിച്ചറിയേണ്ടത്. നാടിനു വേണ്ടി സേവിക്കാൻ വേണ്ടി മനസ്സ് മാറ്റിവെച്ചിട്ടുള്ള ധാരാളം പേർ പല മേഖലകളിലുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്തി രാഷ്ട്രീയ പാർട്ടിക്കാർ സീറ്റ് കൊടുക്കുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരു വസ്തുതയായിട്ടാണ് തോന്നുന്നത്. കാരണം താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും മാറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് വിഷയത്തിൽ ബിഗ് ബോസിനെ ആക്ഷേപിച്ച ആളാണ് ഇത് പല ആൾക്കാർ ഈ വിവരക്കേട്. താങ്കൾ ഒരു നിമിഷം ഞാൻ പറഞ്ഞോട്ടെ. ബിഗ് ബോസിനെ ആക്ഷേപിച്ച് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. കേവലം ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യം. ഇപ്പം ഗാന്ധിയുടെ പഴയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. ഇപ്പം ഒരു നിലപാട് ഒരാൾ മാറ്റുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാരണം എൻ്റെ നിലപാട് തെറ്റാമല്ലോ. ഇപ്പം ഞാനൊരു നിലപാട് പറഞ്ഞു, ആ നിലപാട് തെറ്റാം. ഇപ്പോൾ കേരളത്തിൽ അത്തരത്തിൽ യാതൊരു നിലപാടുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ 1957 അവർ അധികാരത്തിൽ വന്ന കാലം മുതൽ ഈ നിമിഷം വരെ പറഞ്ഞതിൽ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെക്കുന്നു. ഇപ്പോൾ വേണ്ടത് ഒരു കാലത്ത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയിട്ട് വലിയ ആഘോഷത്തോടെ ആൾക്കൂട്ടത്തോടെ രാത്രി പോയ ആളാണ്. ഇന്ന് നേരെ തിരിച്ചു. അപ്പം നിങ്ങൾ ഈ ചോദ്യങ്ങൾ കേവലം എൻ്റെ മാത്രം വ്യക്തിപരമായ താല്പര്യം, ഒരു ജനത്തെയും ബാധിക്കുന്നൊരു വിഷയമല്ല. ഞാൻ ബിഗ് ബോസിൽ പോയാലും ആരെയും ബാധിക്കാൻ പോകുന്നില്ല, ബിഗ് ബോസിൽ ഞാൻ പോയില്ലെങ്കിലും ആരെയും ബാധിക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ പോയാൽ തന്നെ ആദ്യത്തെ ആഴ്ച ജനത്തിന് എന്നെ ഷോയിൽ നിന്ന് പുറത്താക്കാനുള്ള അവസരം അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അവരെന്നെ വോട്ട് ചെയ്ത് പുറത്താക്കില്ലെന്ന് മാത്രമല്ല, ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നൽകി അവരെന്നെ ജയിപ്പിച്ചു. അപ്പോൾ ഇതിത്രയും പച്ചയായ യാഥാർത്ഥ്യം നിങ്ങളുടെ കൺമുന്നിലുള്ളപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോയെന്ന്. അപ്പോൾ ഞാൻ രാവിലെ ഇറച്ചി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈകിട്ട് ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഇഷ്ടമാണ്, അത് ആരെയും ബാധിക്കുന്ന കാര്യമല്ല. അതാണോ നിലപാട്? അതല്ല നിലപാട്. നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിഷം ചേട്ടാ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഒന്ന് തന്നെയാണോ നിങ്ങൾ ചിന്തിക്കുക. ഇത് മറ്റൊരാളെ ബാധിക്കുമോ? എൻ്റെ തീരുമാനം, എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തി വേറൊരാളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുമോ? പിഷാരടിയെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ജനത്തിനോടാണ് പറഞ്ഞത്. ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു സീറ്റ് നൽകുമ്പോൾ അത് ആ പാർട്ടിയുടെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകർക്കായിരുന്നോ എന്ന ചോദ്യം മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് വേറെ വിരോധമില്ലല്ലോ. ഇപ്പോൾ എന്നെ ഒരാൾ ആക്ഷേപിക്കുമ്പോൾ ഞാനിവിടെ നിങ്ങൾ പറയുന്നത് പോലെ തോൽക്കുമെന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ സധൈര്യം വന്ന് മത്സരിക്കാൻ തയ്യാറാവുകയാണ്. മറ്റൊരാൾ സ്വന്തം ജീവിതം സുരക്ഷിതമാക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് പോവുകയാണ്. രണ്ടുപേരുടെ ഇൻറ്റൻഷൻ രണ്ടാണ്, അത്രയേ ഉള്ളൂ. അല്ല, പ്രസ്താവന പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഞാൻ കാഷ്വലി പറഞ്ഞൊരു ടോക്ക് മാത്രമാണ്. അത് ഇപ്പം ഏതോ ഒരു ഓൺലൈൻ ചാനലിൽ എന്നോട് ചോദിക്കുകയാണ് അഖിലേട്ടൻ എന്താണ് യോഗ്യത. അപ്പോൾ ഞാൻ തിരിച്ച് ചോദിച്ചതാണ് പിഷാരടിക്ക് എന്താണ് യോഗ്യത, എൻ്റെ യോഗ്യതകൾ എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ ജനത്തിന് നമ്മളെ ഇന്നലെ കളിലുള്ള അഖിലിനെ വിലയിരുത്തൽ അറിയാം. അത് അങ്ങനെ പറഞ്ഞതാണ്. അല്ലാതെ ഇതൊരു കോൺട്രവേഴ്സിയാക്കി അഖിൽമാരാർ VS രമേശ് പിഷാരടി എന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. ഒരു പൊതു ടോക്ക്. അതെ, അതുകൊണ്ടാണ് ഞാനത് പറയേണ്ടി വന്നത്. അല്ല, അങ്ങനല്ല. നമ്മളിപ്പം കോൺഗ്രസ്സിന് വന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് BJPയും കോൺഗ്രസും തമ്മിൽ ഡീലാണ്
അങ്ങനെ അല്ല BJP-യും CPM-ഉം തമ്മിൽ ഡീലെന്നൊരു ആരോപണമാണ് കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിച്ചത്. അപ്പോൾ ഇതേ ആരോപണം CPM-മാർക്ക് ഉന്നയിക്കാം. അവിടെ പിഷാരടിയെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി കയ്യിലിരുന്ന സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തി BJP-ക്ക് ജയിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്താലേ എന്ന് CPM-മാർക്കും ചോദിക്കാം. ഇനി CPM-ൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? അപ്പോൾ അത് മുസ്ലിം സമൂഹത്തെ കൂടി ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? അല്ല അങ്ങനെ അത് ഒരിക്കലും അല്ല ഞാനത് ആക്ച്വലി ഞാൻ കേട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അത് കലാകാരനെന്നല്ല, നമ്മൾ ആരെയും പരിഹസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഇതര രാഷ്ട്രീയ നേതാക്കന്മാരെ പരിഹസിച്ച ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പാർട്ടി വിട്ടു പോയിട്ടുള്ള അടുത്ത സമയത്ത് G. സുധാകരനെയും അദ്ദേഹം പരിഹസിക്കുന്നത് ഞാൻ കണ്ടു. മുൻപ് പിണറായി വിജയനെ ആവർത്തിച്ച് അദ്ദേഹം പരിഹസിക്കുന്നത് കണ്ടു. അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു സ്വഭാവമാണ്. ഇതര രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ പറ്റുമെന്നുണ്ടെങ്കിൽ വെട്ടിക്കൊല്ലുക. അപ്പോൾ ഇപ്പം വെട്ടിക്കൊല്ലാനുള്ള സമയ സാഹചര്യം കിട്ടാത്തതുകൊണ്ട് ഭരണത്തിലിരിക്കുന്നുണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഞാൻ കണ്ട CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും കഴിഞ്ഞ കുറേ കാലങ്ങളിലുള്ള രാഷ്ട്രീയം. പോരെ.